എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ജഗന്നാഥനിലൂടെ മുരുകൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. പഴനിമലയും 18 സിദ്ധന്മാരുടെയും സീരീസ് അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ പുലിപ്പാണി സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത്. ദൈവികമായ സിദ്ധികൾ കൊണ്ടും അത്ഭുത പ്രവർത്തികൾ കൊണ്ടും ഭാരതീയ ആത്മീയ ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ് സിദ്ധന്മാർ. അവരിൽ ഏറ്റവും പ്രമുഖനും തമിഴ്നാട്ടിലെ പഴനിമലയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയുമാണ് പുലിപ്പാണി സിദ്ധർ. ലോക പ്രശസ്തനായ ഭോഗർ സിദ്ധരുടെ അരിമ ശിഷ്യനായ ഇദ്ദേഹം തൻ്റെ ഗുരുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയിലൂടെയും അറിവിലൂടെയും ഗുരുവിനെ വെല്ലുന്ന ശിഷ്യൻ എന്ന ഖ്യാതി നേടി. പുലിയെ വശീകരിച്ച് അതിനെ വാഹനമാക്കി മാറ്റിയ ഈ മഹാസിദ്ധൻ്റെ വിസ്മയിപ്പിക്കുന്ന ജീവിതകഥ വിശദമായി നോക്കാം. പുലിപ്പാണി സിദ്ധർ ജ്യോതിഷത്തിൽ ഒരു പുലിയെപ്പോലെ കൂർമ്മ ബുദ്ധിയുള്ളവനായിരുന്നു. തൻ്റെ ഗുരുവായ ഭോഗരുടെ മാർഗനിർദ്ദേശത്തിൽ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലും അഷ്ടസിദ്ധികളിലും അതീവ പ്രാവീണ്യം നേടി. ഗുരുവിനെ സേവിക്കുന്നതിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. എണ്ണയും കണ്ണും പോലെ അത്രയും ശ്രദ്ധയോടെ അദ്ദേഹം തൻ്റെ ഗുരുവിനെ എപ്പോഴും അനുഗമിച്ചു. ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന സകല വിദ്യകളും അദ്ദേഹം പഠിച്ചെടുത്തു. ഗുരുവിന് ആവശ്യമായ അപൂർവ മൂലികകൾ ശേഖരിക്കാനായി അദ്ദേഹം മലകൾ തോറും സഞ്ചരിക്കുകയും ഗുരുവിനെ ഭക്തിപൂർവ്വം പരിചരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പുലിപ്പാണി എന്നല്ല. ഈ പേര് ലഭിച്ചതിന് പിന്നിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാരണവുമുണ്ട്. ഒരിക്കൽ ഗുരുവായ ഭോഗർ സിദ്ധർ ദാഹിച്ചപ്പോൾ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. ഗുരുവിനായി പുലിപ്പാണി ഒരു പുലിയെ തൻ്റെ മന്ത്രശക്തിയാൽ വശീകരിക്കുകയും അതിൻ്റെ പുറത്തിരുന്ന് പോയി വെള്ളം കൊണ്ടുവരികയും ചെയ്തു. തമിഴിൽ പാണി എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം. പുലിയുടെ പുറത്തിരുന്ന് വെള്ളം കൊണ്ടുവന്നതിനാലാണ് അദ്ദേഹം പുലിപ്പാണി എന്ന് വിളിക്കപ്പെട്ടത്. പഴനിയിലെ മുരുകഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാൻ ഭോഗർ സിദ്ധരെ സഹായിച്ചത് പുലിപ്പാണി സിദ്ധരാണ്. വിഗ്രഹം നിർമ്മിക്കാൻ ആവശ്യമായ നവപാഷാണങ്ങൾ അഥവാ 9 വിഷക്കൂട്ടുകൾ അദ്ദേഹം തൻ്റെ പുലിയുടെ പുറത്തേറ്റി മലമുകളിൽ എത്തിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഗുരുവിനെ മിഞ്ചിയ ശിഷ്യൻ വൈദ്യശാസ്ത്രത്തിലും മാന്ത്രിക വിദ്യകളിലും ഇദ്ദേഹം പലപ്പോഴും തൻ്റെ ഗുരുവായ ഭോഗർ സിദ്ധരേക്കാൾ മികവ് കാട്ടിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതിനാൽ അദ്ദേഹം ഗുരുവിനെ മിഞ്ചിയ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നു. പഴനിയിലെ മുരുകഭഗവാന്റെ വിഗ്രഹം 9 തരം വിഷമൂലികകൾ അഥവാ നവപാഷാണം കൊണ്ട് നിർമ്മിക്കുമ്പോൾ ഇത് മനുഷ്യരെ കൊല്ലുകയില്ലേ എന്ന സംശയം പോലും പുലിപ്പാണിക്കുണ്ടായിരുന്നു. എന്നാൽ ഭോഗർ സിദ്ധർ അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. ചൈനയിൽ വെച്ച് ഭോഗർ സിദ്ധർ തൻ്റെ തപശക്തികൾ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയപ്പോൾ പുലിപ്പാണി സിദ്ധരാണ് അദ്ദേഹത്തെ സ്വന്തം തോളിലേറ്റി തിരികെ പഴനിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് പഴയ ശക്തികൾ വീണ്ടെടുത്ത് നൽകുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. പുലിപ്പാണി സിദ്ധർ രചിച്ച ഗ്രന്ഥങ്ങൾ വൈദ്യം, ജ്യോതിഷം, മന്ത്രവാദം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം രചിച്ച പ്രധാന കൃതികൾ ഇവയാണ്: പുലിപ്പാണി വൈദ്യം 500 പാട്ടുകൾ, പുലിപ്പാണി ജ്യോതിഷം 300 പാട്ടുകൾ, പുലിപ്പാണി ജാലം 125 പാട്ടുകൾ, പുലിപ്പാണി വൈദ്യസൂത്രം 200 പാട്ടുകൾ, പുലിപ്പാണി പൂജാവിധി 50 പാട്ടുകൾ, പുലിപ്പാണി ഷൺമുഖ പൂജ 30 പാട്ടുകൾ, പുലിപ്പാണി ചിമിഴ് വിദ്യ 25 പാട്ടുകൾ. തൻ്റെ ഗുരു ജീവിച്ചിരുന്ന പഴനിയിൽ തന്നെയാണ് പുലിപ്പാണി സിദ്ധരും സമാധിയായത്. ഇന്നും പഴനിയിലെത്തുന്ന ഭക്തർ ഭോഗർ സമാധിയും പുലിപ്പാണി സിദ്ധരുടെ സാന്നിധ്യവും ദർശിക്കുന്നു. ഭക്തിയോടെ അദ്ദേഹത്തെ സ്മരിക്കുന്നവർക്ക് അദ്ദേഹം നേരിട്ട് വന്ന് മരുന്ന് നൽകുമെന്നാണ് വിശ്വാസം. ഗുരുഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി പുലിപ്പാണി സിദ്ധരുടെ ചരിത്രം എന്നെന്നും നിലനിൽക്കുന്നു. നന്ദി, നമസ്കാരം.